ഈ ബീഹാറിൽ നിന്ന് ബി.ജെ.പിയുടെ കുതിപ്പ് ഇനി ഏത് സംസ്ഥാനത്തേക്കാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്, കേരളം അടക്കം പലയിടങ്ങളിലും ഊർജമേകും. കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം, തമിഴ്നാട്, അസം, പോണ്ടിച്ചേരി, ബംഗാൾ എന്നിവിടങ്ങളിലാണ്. ഇതിൽ ബംഗാൾ അതിപ്രധാനമല്ലേ? BJP ഇന്ത്യയിൽ പിച്ച വെച്ച ആദ്യത്തെ സംസ്ഥാനങ്ങളിലൊന്ന് ബംഗാൾ തന്നെയാണ്. ആദ്യമേ 1-2 MP കിട്ടി. ചെറിയ രീതിയിൽ പോക്കറ്റുകളിൽ അവർ MP നേടിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ കിട്ടുന്നതിനും വളരെ മുമ്പ് തന്നെ നമുക്ക് ബംഗാളിൽ BJPക്ക് MP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോക്കറ്റുകൾ, കൃത്യമായിട്ട് ചില പോക്കറ്റുകളുണ്ട്. അവിടെ അവർക്ക് വിജയങ്ങൾ പണ്ടേ സാധ്യമായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ വേറൊരു വെർഷനുണ്ട്. ഗംഗ, ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, ഗംഗ കവി ഉൾട്ടിനെയും ഫൈൽത്തി എന്ന് പറയും. അതായത് ഗംഗ തിരിച്ചൊഴുകത്തില്ല, എപ്പോഴും ഗംഗ മേളിൽ നിന്ന് താഴോട്ടേ ഒഴുകുള്ളൂ എന്ന് പറയും. അപ്പോൾ ഗംഗ മേളിൽ നിന്ന് താഴോട്ട് ഒഴുകിക്കൊണ്ടുവരികയാണ്. ഹിമാലയത്തിൽ നിന്ന് ബീഹാർ വഴി ബംഗാൾ വഴി ഒഴുകിയിട്ട് വേണം ഗംഗയ്ക്ക് സമുദ്രത്തിലോട്ട് പതിക്കാൻ വേണ്ടി. അതാണ് നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് അടുത്ത അറ്റാക്ക് വരുന്നത് ബംഗാളിലാണ് എന്നാണ്. കാര്യം ഈ ഗംഗ കേരളത്തിലോട്ട് ഒഴുകുന്നില്ല. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യാജ പൗരന്മാർ, വ്യാജ വോട്ടർമാരെന്ന് പറയുന്നില്ല, വ്യാജ വോട്ടർമാർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇന്ത്യയിലെ പൗരന്മാരാണ്, വോട്ടിങ്ങിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഞാൻ ആ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണ്. വ്യാജ പൗരന്മാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള 2 സംസ്ഥാനങ്ങൾ ആസാമും ബംഗാളുമാണ്. അവർ ഇന്ത്യൻ പൗരന്മാരല്ല, പക്ഷേ കാലാകാലങ്ങളിലായിട്ട് ഇന്ത്യയിൽ താമസിച്ച്, ഇന്ത്യയിൽ നിന്ന് വിവാഹം കഴിച്ച്, ഇന്ത്യയിൽ വീട് വെച്ച്, ഇന്ത്യയിൽ ആധാർ കാർഡ് വാങ്ങിച്ച് താമസിക്കുന്ന വ്യാജ പൗരന്മാർ. വ്യാജ വോട്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ല വാക്കാണ്, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. വ്യാജ പൗരന്മാർ അല്ലെങ്കിൽ വിദേശ പൗരന്മാർ ഏറ്റവും കൂടുതലുള്ള 2 സംസ്ഥാനങ്ങൾ ബംഗാളും ആസാമും തന്നെയാണ്. അപ്പോൾ അതിൽ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ വേറെ രസകരമായിട്ടുള്ള ഒരു ട്വീറ്റ് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മരിച്ചു പോയവർക്കും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയവർക്കും 2 വോട്ടർ കാർഡ് ഉള്ളവർക്കും അവർ അനുമോദനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഇതിൽ നിന്ന്. അതിൻ്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ വളരെ ഡിസിസീവാണ്. ഞാൻ ഈ പറഞ്ഞ വസ്തുത ഏറ്റവും വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആ കണ്ണ് ഏറ്റവും ആദ്യം പതിയുന്നത് വെസ്റ്റ് ബംഗാളിലാണെങ്കിലും അതിൻ്റെ ഒരു പ്രീ ഫൈനലാണ് നമ്മൾ ബീഹാറിൽ കണ്ടത്. ഒരു ടെസ്റ്റ് ഡോസാണ് കൊടുത്തു നോക്കിയത്. ബീഹാറിൽ ഇത് നടപ്പിലാക്കിയാൽ എങ്ങനെ ഇരിക്കും. കാര്യം ഈ അടുത്ത് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് സാറ് പറഞ്ഞത് മാതിരി ആസാമിൽ ഇത്രയും കാലം കോൺഗ്രസ് ഭരണമായിരുന്നു. ഇപ്പോൾ 2 ടൈമായിട്ടാണ് അവിടെ BJPക്ക് ഭരിക്കാൻ സാധിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സ്ഥിരമായിട്ട് BJPക്ക് കാലുകുത്താൻ പറ്റാത്ത സ്ഥലമാണ്. പോണ്ടിച്ചേരി അങ്ങനെ തന്നെയാണ്, തമിഴ്നാട് അങ്ങനെ തന്നെയാണ്, കേരളം അങ്ങനെ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻ കൊളൂഷൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഉദ്ദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനങ്ങളായിരുന്നു. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നടത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം എങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന് മുമ്പായിട്ട് തന്നെ ഒരു ചെറിയ ടെസ്റ്റ് ഡോസാണ് ബംഗാളിൽ കൊടുത്തത്. ബംഗാളിൽ കൊടുത്തപ്പോഴത്തേക്ക് ബീഹാറിൽ കൊടുത്തത്. അപ്പോൾ ബീഹാറിൽ കൊടുത്തപ്പോഴത്തേക്ക് അവിടെ ഏകദേശം 65 ലക്ഷത്തോളം വോട്ടർമാരെന്ന് പറയുന്ന ആൾക്കാർ ഇല്ല എന്ന് മാത്രമല്ല, ആ ഒഴിവാക്കിയതിൽ 65 ലക്ഷം പേരെ ഒഴിവാക്കിയെന്ന് പറയുന്നതിൽ പരാതിയുള്ള 65 പേരെങ്കിലും കാണിച്ചു തരാൻ ഇലക്ഷൻ കമ്മീഷൻ വെല്ലുവിളിക്കുകയാണ്. ഇല്ല, നിങ്ങൾ 65 ലക്ഷം പേര് ഒഴിവാക്കിയതിനെതിരായിട്ട് ആൾക്കാർ ഒരുപാട് കോടതിയിൽ പോയി, സുപ്രീം കോടതി വരെ എത്തി. അവിടെ ചോദിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒഴിവാക്കിയെന്ന് പറയുന്നവർ ഒരു പെറ്റീഷൻ തരട്ടെ, എന്നെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ചോദിക്കട്ടെ. അവങ്ങനെ ചോദിക്കാൻ ആരും ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം അവർ വ്യാജ വോട്ടർമാരെന്നല്ല, വ്യാജ പൗരന്മാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് BJP 26-ൽ വലിയൊരു നേട്ടം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഭരണത്തോട് പോലും അടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ് നേരിട്ട് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. CPM-ഉം അവിടെ കോൺഗ്രസും മേൽവിലാസം പോലും പിക്ചറിലില്ല. അപ്പോൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസുമായിട്ട് BJPയും തൃണമൂൽ കോൺഗ്രസും നേരിട്ട് നിൽക്കുമ്പോഴത്തേക്ക്, നേരത്തെ ഈ തൃണമൂൽ കോൺഗ്രസിലെ മമത BJP സർക്കാരിലെ റെയിൽവേ മന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം.
അവരവിടുന്നാണ് BJPയുടെ പാളയത്തിൽ നിന്നാണ്, BJPയുടെ കൂടാരത്തിൽ നിന്നാണ് എടുത്ത് ചാടി, അതായത് അവിടെ CPM ഉണ്ടാക്കിയ ഒരു ശൂന്യതയുണ്ട്, ആ ശൂന്യതയിലോട്ട് എടുത്ത് ചാടുകയും ട്രഡീഷണലായിട്ട് CPMന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ BJP മമതയിലോട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടുകളിൽ അവിടെ കുറയുന്ന ഓരോ വോട്ടിനും എതിരായിട്ട് സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയ ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ്. കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ സ്ട്രീറ്റിൽ ഇറങ്ങിയെങ്കിൽ അത് കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടാണെന്ന് പറയാം. വെസ്റ്റ് ബംഗാളിൽ അങ്ങനെ ഒരു ഇലക്ഷൻ നടക്കുന്നില്ലല്ലോ. അപ്പം ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വേണ്ട എന്ന് പറയാൻ മമതയെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം, അവർക്ക് സ്ഥിരമായിട്ട് വോട്ടിടുന്ന വ്യാജ വോട്ടർമാർ, വിദേശ പൗരന്മാർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നുള്ള ഭയവും ഭീതിയുമാണ്. എന്തായാലും അത് രാജ്യത്തെ ഒരു നിയമമായിട്ട് നടപ്പാക്കി കഴിഞ്ഞു. ഇന്നലെ തന്നെ നമ്മുടെ നമ്മളെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെൻറ് ഹൈക്കോടതി കൊടുത്ത ഹർജി അവർ തീർപ്പാക്കിയിട്ട് പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യം സുപ്രീം കോടതിയുമായിട്ട് ആലോചിച്ച് ചെയ്യാൻ പറഞ്ഞു. കാര്യം ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇടപെടലൊന്നും ചെയ്യാനില്ല. കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അവർക്ക് ഇലക്ഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു അടിത്തറയാണ്. അതില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം ഉണ്ടാവില്ല. അപ്പം ഈ കാര്യത്തിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ നമുക്ക് വിശ്വാസത്തിൽ എടുത്തേ പറ്റുള്ളൂ. അവർ ചെയ്യുന്നത് ശരിയോ തെറ്റാന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സമയം അവർ തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ലീഗലായിട്ട് എൻറ്റൈറ്റിൽഡായ ഒരു വ്യക്തിയുടെ വോട്ടവകാശം ഇലക്ഷൻ കമ്മീഷൻ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് നേരിട്ട് ഒരു പൗരന് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നുള്ള ഒരു കേസ് ഇതാണ്. നമ്മുടെ പൗരാവകാശം നമുക്ക് നിഷേധിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ നഷ്ടപ്പെടുന്നവരെ ഇവർ നേരിട്ട് സുപ്രീം കോടതിയിൽ മുമ്പ് ഹാജരാക്കട്ടെ. അപ്പോഴത്തേക്ക് അറിയാം ഇവർ യഥാർത്ഥത്തിലുള്ള ആൾക്കാരാണോ ഇല്ലേ എന്നുള്ളത്. കാര്യം ഇവിടെ തന്നെ ഈ വന്നപ്പോൾ ഈ 65 ലക്ഷം പേരെ പുറത്താക്കിയിട്ട് 65 പേരെ കാണിച്ചു കൊടുക്കാൻ ഈ പാർട്ടികളെല്ലാം കൂടെ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ വെസ്റ്റ് ബംഗാളിലും 1 കോടി ആൾക്കാരെ മാറ്റുകയാണെങ്കിൽ, ഏറ്റവും കുറഞ്ഞ 1 കോടി ആൾക്കാർ അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 100 പേരെങ്കിലും കൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പ് ഹാജരാക്കാൻ പറ്റുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ചെവിയിൽ പിടിക്കും. സുപ്രീം കോടതി ഒരിക്കലും അത് നമ്മുടെ പൗരാവകാശങ്ങളുടെ ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. നമ്മുടെ മൗലികാവകാശങ്ങളുടെ കസ്റ്റോഡിയൻ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിക്ക് ആ ഒരു രീതിയിൽ ആക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇത് ഹൈക്കോടതിക്ക് ഇല്ലാത്ത ഒരുപാട് അധികാരങ്ങൾ ഈ കാര്യത്തിൽ സുപ്രീം കോടതിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ പോലും കൊണ്ട് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മമതാ ബാനർജി എത്തും എന്നുള്ളതാണ് നമ്മൾ മുന്നിട്ട് കാണേണ്ടത്. ഈ അവസരത്തിൽ അവിടെ വെസ്റ്റ് ബംഗാളിൽ കേരളത്തിലെ മാതിരിയുള്ള അവസ്ഥയല്ല. അവിടെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷം ഉള്ള ഒരുപാട് ജില്ലകളുണ്ട്. അപ്പോൾ അവിടെയുള്ള വോട്ടർമാർക്ക് BJPക്ക് പോകാൻ പറ്റുന്നില്ല, മമതാ ബാനർജി തുടരുന്നുമില്ലെങ്കിൽ അവരൊരു ആൾട്ടർനേറ്റീവിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട സമയമായെന്നാണ് എനിക്ക്. അങ്ങനെയൊന്നും അവിടെ ഇപ്പോൾ കയറി വരാനുള്ള സാഹചര്യം ഇല്ല. ഇവരില്ല. അപ്പോൾ ഇവർക്ക് BJPക്ക് ഉള്ള സപ്പോർട്ടേഴ്സ് കൂടുകയും മമതയ്ക്കുള്ള സപ്പോർട്ടേഴ്സ് കുറയുകയും ചെയ്യുന്നൊരവസ്ഥയിൽ BJP അധികാരം പിടിച്ചുകൂടാ എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി തിരിച്ച് നമ്മൾ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ, കേരളത്തിൽ നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ തവണ ശ്രീ അടൂർ പ്രകാശ് കഴിഞ്ഞ ഇലക്ഷൻ, ഇതല്ല അതിന് മുമ്പത്തുള്ള ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് 1,71,000 ഇരട്ടിപ്പുകൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ അതിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 30 ലക്ഷം കേരളത്തിലും കുറയാൻ സാധ്യതയുണ്ട്. ബീഹാറിൽ കുറഞ്ഞതിൽ നിന്ന് അതിൻ്റെ പകുതി ഒരു 30 ലക്ഷം കേരളത്തിലും കുറയാനുള്ള സാധ്യതയുണ്ട്. 30 ലക്ഷം ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അത് വോട്ടർമാരിൽ നല്ലൊരു വിഭാഗമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഖജനാവ് കംപ്ലീറ്റ് തുറന്നിട്ട് കൊടുത്തത് നമ്മളെ പിണറായി വിജയൻ. ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ കൊടുത്തു. പക്ഷേ ഇവർ പറയുന്നില്ല, ഞങ്ങൾക്ക് വരുമാനത്തിൽ എവിടെ വർധനവ് ഉണ്ടാകുന്നത് കൊണ്ടാണ്, ഗവൺമെൻറ്റിൻ്റെ ഏത് വരുമാനത്തിൽ വർധനവ് ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ 1800 നിന്ന് 2000 മാറ്റിയതെന്ന് അവർ പറയുന്നില്ല. ഇതിനുള്ള ഫണ്ട് ഇവിടുന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇതുവരെയും കാണുന്നില്ല. അപ്പോൾ ഈ അടുത്ത് വരുന്ന ബ്ലോക്ക് ഇലക്ഷനിൽ കേരളത്തിൽ ഇതേമാതിരി തന്നെ, കേരളത്തിലെ ഇതേ അവസ്ഥ തന്നെ തമിഴ്നാട്ടിലും ഉണ്ട്. തമിഴ്നാട്ടിലും സ്റ്റാലിൻ നിന്ന് പോകുന്നത് സ്ഥിരമായിട്ടുള്ള കുറേ വോട്ടുകളുടെ പുറത്താണ്. ഈ വോട്ടുകൾക്ക് ഭംഗം വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെയും ബാലൻസ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ ചുരുക്കത്തിൽ ഈ SIR എന്ന് പറയുന്ന ഒരു സംഭവം മോദി വിരുദ്ധ ക്യാമ്പുകളിൽ ഭംഗിയായ ഒരു അലാം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായ ഒരു മെസ്സേജ്. മാത്രമല്ല
രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്നുള്ള ഒരു പ്രയോഗം ബീഹാർ ജനത എങ്കിലും മൊത്തത്തിൽ തള്ളിക്കളഞ്ഞിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വോട്ട് ചോരി ചെയ്യാൻ വേണ്ടിയിട്ട് BJP നിൽക്കത്തുമില്ല, അതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ചൂട്ടുപിടിക്കത്തുമില്ല. കാര്യം ഈ മോദി പോയി കഴിഞ്ഞാലും ഇലക്ഷൻ കമ്മീഷൻ പോയി കഴിഞ്ഞാലും ഇന്ത്യയും ഇന്ത്യയിലെ ജനാധിപത്യവും ആ വ്യവസ്ഥയും നിലനിൽക്കുകയും അത് പരിപുഷ്ടിപ്പെടുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്.